ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഒരു മഹാപ്രയാണം ആരംഭിക്കുകയാണ്. ഇസ്രായേലിന്റെ മിസ്രയീം ദേശത്തു നിന്ന് കനാൻ നാട്ടിലേക്കുള്ള ഒരു മഹാപ്രയാണം. ഒരു പ്രയാണമാണ്, പക്ഷേ 4 പ്രയാണങ്ങൾ ചേർന്നൊരു പ്രയാണമാണത്. യാത്രക്കാരെല്ലാം ഇസ്രായേൽ തന്നെ, പുറപ്പെടുന്ന ദേശം ഇസ്രായേൽ തന്നെ, എത്തിച്ചേരേണ്ട ദേശം കനാൻ നാട് തന്നെ. എങ്കിലും 4 വലിയ ലക്ഷ്യങ്ങളുള്ളത് കൊണ്ട് 4 പ്രയാണങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഒന്നാമത്തേത് അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക്. കണ്ണുനീരിന്റെയും കരച്ചിലിന്റെയും ഒരു അടിമത്വത്തിലാണ് അവര് പുറപ്പെടുകയാണ്. മോശയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ദേശത്തേക്ക്. രണ്ടാമത് വാഗ്ദത്ത പൂർത്തീകരണത്തിന്റെ ദേശത്തിലേക്ക്. എവിടെയാണ് എത്തിച്ചേരാൻ പോകുന്നത്? അവരുടെ പൂർവ്വപിതാവായ 400 വർഷത്തിലധികം കൊല്ലം മുമ്പ് അവരുടെ പൂർവ്വപിതാവായ ഏതാണ്ട് 500 വർഷത്തിനപ്പുറം പൂർവ്വപിതാവായ അബ്രഹാമിനെ ദൈവം വാഗ്ദത്തം ചെയ്ത ആ കനാൻ നാട്ടിലേക്ക് 3 വാഗ്ദത്തങ്ങളാണ് ദൈവം അവർക്ക് കൊടുത്തത്, അബ്രഹാമിന് കൊടുത്തത്. ഒന്ന്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. 2, ഈ ദേശം ഞാൻ നിന്റെ സന്തതിക്ക് അവകാശമായി തരും. 3, ഭൂമിയിലെ സകല വംശങ്ങളും എല്ലാം അനുഗ്രഹിക്കപ്പെടും. എങ്ങനെയാണ് അബ്രഹാമിനാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത് എന്ന് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. 2 മാസം മുമ്പ് വീഡിയോയില്ല. താല്പര്യമുള്ളവർക്ക് കണ്ടാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നീട് ഒരു പ്രയാണം എന്ന് പറയുന്നത് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു ജനത എന്നുള്ള നിലയിലേക്കുള്ള പ്രയാണമാണ്. ഒരാൾക്കൂട്ടത്തിൽ നിന്ന് ജനത എന്നുള്ള നിലയിലേക്ക്. ഇസ്രായേൽ ഇപ്പൊ ആരാണ്? വേണ്ട, ഇസ്രായേൽ ഇപ്പോൾ എന്താണ്? ഒരടിമ. അടിമ എന്ന് വെച്ചാൽ ചിന്തിക്കാൻ സ്വാതന്ത്ര്യമില്ല, ഒന്നും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല, ഒരു ധാർമ്മികതയില്ല, ദൈവാരാധനയില്ല, ജീവിതം എന്നൊന്നില്ല. അടിമത്വത്തിന്റെ കരച്ചിലും നരകയാതനയും മാത്രമാണ് അവർക്കുള്ളത്. എന്താ കാരണം? യജമാനൻ ഇഷ്ടിക ചുടാൻ പറഞ്ഞാൽ ഇഷ്ടിക ചുടുക, യജമാനൻ കല്ല് ചുമക്കാൻ പറഞ്ഞാൽ കല്ല് ചുമക്കുക, യജമാനൻ കാളയെ പോലെ വിറ്റാൽ അത് വാങ്ങിയ ആളുടെ പിന്നാലെ പോകുക. യജമാനൻ എന്ന് പറയുന്നു, നിന്റെ ഭാര്യയെ ഞാൻ വെക്കുന്നു എന്ന് പറഞ്ഞാൽ പറയാറില്ല, വിൽക്കലേ പതിവുള്ളൂ. പിന്നെ അവന്റെ ഭാര്യ വേറെ എവിടെയോ, വേറെ ഏതോ ലോകത്താണ്. ഒരുപക്ഷെ 1 വർഷം കൊണ്ട് 10 കൈ മറിഞ്ഞ് വേറെ എവിടെയെങ്കിലും തീർന്നു വരും. നിന്റെ മകനെയോ മകളെയോ വിൽക്കാൻ തീരുമാനിച്ചാൽ അവനൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ദിവസം യജമാനൻ വന്നിട്ട് പറയുന്നു, ഇതാ ഇന്നു മുതൽ ഇതാണ് നിന്റെ ഭാര്യ. അവന് ചോയ്സ് ഒന്നുമില്ല, ധാർമ്മികതയൊന്നുമില്ല. ആ കിട്ടിയ സ്ത്രീയെ സ്വീകരിക്കുക. ആര്, എന്ന, എത്ര ദിവസം, ആരുടെ കൂടെ, ഈ ചോദ്യങ്ങൾക്കൊന്നിനും ഒരു അടിമയ്ക്ക് ഉത്തരമില്ല. അത് മാത്രമല്ല, അവന്റെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ യജമാനൻ ആരെ വന്നിക്കുന്നുവോ അവിടെ യജമാന്റെ കൂടെ നിൽക്കുക. വന്നിക്കാൻ ആവശ്യപ്പെട്ടവരെ വന്നിക്കുക, അത്രയും മാത്രമുള്ളൂ. ഇനി അവരുടെ ധാർമ്മികതയോ, ഞാൻ പറഞ്ഞു വിവാഹ ബന്ധത്തിലൊന്നും അവർക്ക് അർത്ഥമൊന്നുമില്ല. യജമാനൻ കൊടുക്കുന്നത് ഭാര്യ, യജമാനൻ കൊടുക്കുന്ന ഭർത്താവ്. യജമാനൻ അനുവദിക്കുന്നിടത്തോളം കാലം അവര് ഭാര്യയും ഭർത്താവും. മോഷണം സഹജ സ്വഭാവമാണ്. അതിനൊരു കാരണമുണ്ട്. ആവശ്യത്തിന് വയർന്നച്ച ആഹാരമൊന്നും ആർക്കും കിട്ടാറില്ല. ഇരുട്ടി വെളുക്കുന്നത്, വെളുത്ത് പിന്നെ ഇരുളുന്നത് വരെ അധ്വാനം, അല്പമാഹാരം. അപ്പോൾ ആഹാരം തികയാതെ വരുമ്പോ, വിശപ്പിന്റെ കട്ടിക്കൂടുമ്പോ, അടുത്തുള്ളവന്റെ ബലഹീനന്റെ ഒക്കെ ബലമായിട്ട് എടുത്തു എന്ന് വരാം, മോഷ്ടിച്ചു എന്ന് പറയാം. എന്ന് വെച്ചാൽ ദൈവമില്ലാത്ത, ആരാധനയില്ലാത്ത, ധാർമ്മികതയില്ലാത്ത, എന്താ പറയാ, സ്വന്തമായിട്ടൊന്നുമില്ലാത്തൊരു ഭീകര നരകയാതനയാണ് അടിമത്വം. ആ അടിമത്വത്തിൽ നിന്നാണ് വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണമായി കനാൻ നാട്ടിലേക്ക് ഇസ്രായേലിനെ ദൈവം കൊണ്ടുപോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലെ വാഗ്ദത്തങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ആലോചിക്കുക, അവര് പുറപ്പെടുകയാണ്. പക്ഷെ നമ്മുടെ മുന്നിലൊരു ചോദ്യമുണ്ട്. ഇങ്ങനെ വലിയ സ്വാതന്ത്ര്യത്തിലേക്ക്, വാഗ്ദത്ത പൂർത്തീകരണത്തിലേക്ക് ഒക്കെ ഇസ്രായേലിനെ ദൈവം കൊണ്ടുപോകുമ്പോൾ
എന്തിനാണ് 40 വർഷം മരുഭൂമിയുടെ ഊഷരതയിൽ ദൈവം അവരെ കഷ്ടപ്പെടുത്തിയത്? ഒരു ചോദ്യമാണത്. എന്തിനാണ് മരുഭൂമിയുടെ ഊഷരതയില്, കൊടും വെയിലിലും കടും തണുപ്പിലും അവരെ കഷ്ടപ്പെടുത്തിയത്? പറയട്ടെ, ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണ്. യൗസേഫ് മുഖാന്തരം മിസ്രയീമിൽ വലിയൊരു പദ്ധതി യൗസേഫിന് ദൈവത്തിന് നിറവേറ്റാണ്ടായിരുന്നു. യൗസേഫിലൂടെ അനേക ലക്ഷങ്ങളെ, അനേക രാജ്യങ്ങളെ ദൈവം പട്ടിണി നിന്ന് രക്ഷിച്ചു. ഇപ്പോഴോ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു, അവരുടെ ദുരിതത്തിന്റെ നാട് കഴിഞ്ഞു. ദൈവത്തിന്റെ വലിയൊരു പദ്ധതി ഇസ്രായേൽ ഒരു ജനതയായി തീരുക, കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ പൂർത്തീകരിക്കുക. പക്ഷെ കൊടുത്തൊരു വാഗ്ദാനമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. വിശദമായിട്ട് നേരത്തെ ചെയ്ത വീഡിയോയിലുണ്ടല്ലോ അത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇസ്രായേൽ മുഖാന്തരം സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെ കണ്ട് കനാന്യരും അമ്മോന്യരും ഫെലിസ്തരും ഹിത്യരും പെരിസ്തരും യബൂസ്യരുമെല്ലാം ദൈവത്തെ അറിഞ്ഞെങ്കിലാണ് ആ വാഗ്ദാനം നിറവേറ്റാൻ കഴിയുക. അത് നിറവേറ്റണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ സകലർക്കും മീതെ ഏറ്റവും മാതൃകയായ ജനമായിരിക്കണം. സകലർക്കും മീതെ ഏറ്റവും മാതൃകയായ ജനം. പക്ഷെ പുറപ്പെട്ടത് ആരാണ്? എത്തിക്സ് ഇല്ലാത്ത, ധാർമ്മികതയില്ലാത്ത, ദൈവം ആരെന്നറിയാത്ത, ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരാൾക്കൂട്ടമാണ്. കനാന്യരുടെയും ഫെലിസ്ത്യരുടെയും ഹിത്യരുടെയും നിറവിൽ ദൈവത്തിന് വേണ്ടത് ഏറ്റവും മാതൃകയായ ഒരു ജനക്കൂട്ടമാണ്. ഇവരെ മാറ്റിയെടുക്കണം. ഇവരുടെ എല്ലാ ദുസ്വഭാവങ്ങളും മാറ്റിയെടുക്കണം. ദൈവവിശ്വാസം ഉറപ്പിക്കണം. ആര് കണ്ടാലും ശ്രേഷ്ഠമായ ജനതയെന്ന അവരെ കൊണ്ട് പറയിപ്പിക്കണം. അതിന് വർഷങ്ങൾ ആവശ്യമായിരുന്നു. അടിമത്തം ശീലിച്ച, അധാർമികത സ്വഭാവമാക്കിയ, നീതിബോധമില്ലാത്ത ആ ജനതയുടെ, ആ തലമുറയുടെ കാലശേഷം മാത്രമാണ് ഇസ്രായേലില് പുതിയൊരു ജനതയായി ദൈവത്തെ അറിയുന്ന, ആരാധനയുള്ള, അന്തസ്സും അഭിജാത്യമുള്ള, ധാർമ്മികതയുള്ള ഒരു തലമുറയായി വാർത്തെടുക്കാൻ കഴിഞ്ഞതാണ്. ആ ശുദ്ധീകരണത്തിന്റെ, ആ രൂപീകരണത്തിന്റെ ആ കാലഘട്ടമാണ് മരുഭൂമിയിൽ കണ്ട ഈ 40 വർഷങ്ങൾ. അത് ഒരു ശിക്ഷ മാത്രമൊന്നും ആയിരുന്നില്ല. അതൊരു ശിക്ഷ മാത്രമൊന്നും ആയിരുന്നില്ല. ദൈവ പദ്ധതി അനുസരിച്ചുള്ള വലിയൊരു രൂപീകരണമാണ്. ഇസ്രായേലിലൂടെ ദൈവത്തിന്റെ പദ്ധതികൾ മുന്നേറുന്നത് മരുഭൂമിയിലെ ചരിത്രത്തിൽ നാം കാണുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സ്നേഹത്തിന്, ദൈവത്തിന്റെ കരുണയ്ക്ക്, ദൈവത്തിന്റെ കരുതലിന് സ്തുതി. ദൈവനാമത്തിന് മഹത്വം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതിന്റെ ആശയം നിങ്ങളെ ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ, പുതിയൊരു കാഴ്ചപ്പാട് തരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ അയച്ചു കൊടുക്കുക. മറ്റ് ഗ്രൂപ്പുകളിൽ അയച്ചു കൊടുക്കുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവസ്നേഹം അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയുള്ള ചാനലാണ്. ദൈവത്തിന് സ്തുതി. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.